ഒരു പട്ടം ഉണ്ടാക്കണമെന്നുള്ളത്. അങ്ങനെ അവന് ലഭിച്ച നാണയങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച് അവൻ ഒരു പട്ടം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ അവന്റെ വീടിനടുത്തുള്ള കടയിലേക്ക് പോയി. പട്ടം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വന്ന് അവൻ വീട്ടിലിരുന്ന് മനോഹരമായ ഒരു പട്ടം ഉണ്ടാക്കി. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയി ആ പട്ടം അവൻ പറക്കാൻ ആരംഭിച്ചു. അവന് വളരെ സന്തോഷം തോന്നി. അവൻ ഉണ്ടാക്കിയ പട്ടം വളരെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പട്ടത്തിന്റെ ചരട് കുറച്ചായി ഇങ്ങനെ അഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പട്ടം വളരെ ഉയരങ്ങളിലേക്ക് പറന്ന് പൊങ്ങി. അപ്പോൾ അവൻ ചിന്തിച്ചു, എത്ര ഉയരെയാണെങ്കിലും ആ പട്ടത്തിന്റെ ചരട് എന്റെ കയ്യിലല്ലേ. അങ്ങനെ അവന് കാണാൻ പറ്റാത്ത അത്ര ഉയരത്തിലേക്ക് പട്ടം പറന്നു പോകുന്നു. പക്ഷേ മുകളിൽ മറ്റൊന്ന് സംഭവിക്കുകയായിരുന്നു. പട്ടത്തിന്റെ അരികിലേക്ക് ഒരു പരുന്ത് പറന്നു വന്നു. എന്നിട്ട് പട്ടത്തിനോട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പട്ടം മറുപടി പറഞ്ഞു, നിന്റെ പ്രശംസയൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, എന്റെ പേര് പട്ടം എന്നാണ്. അപ്പോൾ പരുന്ത് പറഞ്ഞു, ഞാൻ കരുതിയത് ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുക എനിക്ക് മാത്രമാണ് എന്നാണ്. പക്ഷേ എനിക്കൊപ്പം പറന്നുയരാൻ സാധിക്കുന്ന നീ ഏത് പക്ഷിവർഗത്തിൽപ്പെട്ടതാണ് എന്ന് ചോദിച്ചു. അപ്പൊ പട്ടം പറഞ്ഞു, ഞാൻ പക്ഷിവർഗത്തിൽപ്പെട്ടതൊന്നുമല്ല, എന്നെ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, ഒരു മനുഷ്യൻ നിർമ്മിച്ചതാണ്. പിന്നെ എന്റെ ഉയരം ഇത്രയുമല്ല, ഇതിലും ഉയരത്തിൽ ഞാൻ പറന്നു പോകും. പക്ഷേ താഴെ ഒരു കുസൃതി ബാലൻ എന്റെ ചരടിൽ പിടിച്ചിരിക്കുകയാണ്. ആ ചരട് ഒന്ന് കിട്ടിയാൽ ഞാൻ ചന്ദ്രനോളം ഉയർന്നു പൊങ്ങിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ പരുന്ത് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, നിന്റെ ചരട് ഞാൻ കുറിച്ചു തരാം. അപ്പോൾ പട്ടത്തിന് വളരെ സന്തോഷമായി. പട്ടം പറഞ്ഞു, കുറിച്ചു തരാൻ പറഞ്ഞു. പട്ടത്തിന് പരുന്ത് കുറിച്ചു കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത നിമിഷം ഒരു കാറ്റ് വന്നു. പട്ടം വളരെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നു. അടുത്ത നിമിഷം വലിയൊരു കൊടുങ്കാറ്റ് വന്നു. പട്ടത്തിന്റെ നിയന്ത്രണം വിട്ട് പട്ടം ഒരു കുളങ്കാട്ടിൽ ചെന്ന് പതിച്ചു. അപ്പോൾ പരുന്ത് പട്ടത്തിന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നീ ചന്ദ്രനോളം ഉയർന്നു പോകിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ആ പട്ടത്തിനെ ഉണ്ടാക്കിയ, ആ പട്ടത്തിനെ സൃഷ്ടിച്ച, ആ പട്ടത്തിനെ നിർമ്മിച്ച ആ ബാലന്റെ കയ്യിൽ എത്ര സമയം ആ ചരടുണ്ടായിരുന്നോ അത്രയും സമയം ആ പട്ടം സുരക്ഷിതനായിരുന്നു. ആ പട്ടത്തിന് ഒരാപത്തും പെട്ടില്ല. പക്ഷേ ആ പട്ടത്തിന്റെ ചരട് ബാലന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ പട്ടത്തിന് നിയന്ത്രണം വിട്ടു. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ കരങ്ങളിൽ എപ്പോഴും നമ്മളുടെ നിയന്ത്രണം ഉണ്ടായാൽ നമുക്ക് ഒരാപത്തും ഒന്നും പെടുകയില്ല, നമ്മള് ഉയരങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പരുന്തിനെ പോലെ നമ്മുടെ അരികിലേക്ക് നമ്മെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ അരികിലേക്ക് വരും. പക്ഷെ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കരുത്. യെശയ്യാ 49:14 പറയുന്നു, ഇതാ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ ഉള്ളം കയ്യിലായിരിക്കാൻ, അവന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ, അവരുമായി നമുക്ക് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.